നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും പറയുന്ന അങ്കത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലമാണ്. ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളസദ്യ, ആറന്മുള വള്ളംകളി ഇതെല്ലാം കൊണ്ട് പ്രസിദ്ധമാണ്, പെരുമ സിദ്ധിച്ച നാടാണ് ആറന്മുള. പക്ഷേ അവിടുത്തെ മത്സരത്തിനും വലിയ പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഇടതുമുന്നണിക്കൊപ്പമാണ് ഈ മണ്ഡലം. അതായത് പരമ്പരാഗതമായ കോൺഗ്രസ് മണ്ഡലം എന്ന് പറഞ്ഞു വെച്ചിരുന്ന ആറന്മുള ഇപ്പോൾ CPIM-നൊപ്പമാണ്. മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലം കൂടിയാണ് ആറന്മുള. 2 പ്രാവശ്യമാണ് വീണ ജോർജ് ഇവിടെ ഒന്നും മത്സരിച്ച് വിജയിച്ചത്. 2021 അതായത് കഴിഞ്ഞ പ്രാവശ്യം 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസിലെ കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയത്. 2021 വോട്ട് നില പരിശോധിക്കുമ്പോൾ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ 68.19%. വീണ ജോർജിന് 46.3% വോട്ടുകൾ ലഭിച്ചു. കെ ശിവദാസൻ നായർക്ക് 34.56%. BJPയും വോട്ട് നിലയിൽ കാര്യമായ വർധന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ല. കാരണം 2016 കുറവായിരുന്നു BJPയുടെ വോട്ട് നില. 2021 17.98. BJPക്കും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. 2016 37,906 വോട്ടുകൾക്കാണ് BJPയുടെ സ്ഥാനാർത്ഥി അന്ന് 3ാം സ്ഥാനത്ത് എത്തിയത്. MT രമേശ് ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും 12 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലമാണ് ആറന്മുള നിയമസഭാ മണ്ഡലം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും ഒപ്പം ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളും UDF-നൊപ്പം പോയി. മാത്രവുമല്ല, പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ UDF-നൊപ്പമാണ്. വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം നേടുവാൻ ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പക്ഷേ അത് എത്ര കണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കുമെന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീണ ജോർജിൻ്റെ മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് ഇത്തവണ വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി മണ്ഡലങ്ങളിൽ യാത്ര തുടങ്ങിയിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി എബിൻ വർഗിയാണ്. എബിൻ വർഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി എത്തുന്നു എന്ന് മാത്രവുമല്ല, ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ മണ്ഡലക്കാരനല്ല, പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രാദേശികപരമായി ഉയർത്തിയെങ്കിൽ തന്നെയും പക്ഷേ ആ ആരോപണങ്ങളൊന്നും കഴമ്പില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കും. ഒപ്പം അബിൻ വർഗിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ യൂത്ത് കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കുമ്മനം രാജശേഖരനാണ് BJPയുടെ സ്ഥാനാർത്ഥി. പ്രത്യേകിച്ചും കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ നാടുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്, ആറന്മുളയുമായി. കാരണം ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ തരത്തിലുള്ള സമരങ്ങളുണ്ടായിരുന്നു. ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കുമ്മനം രാജശേഖരനായിരുന്നു. അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരനും അവിടെ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒരു ത്രികോണ മത്സരത്തിലേക്കായിരിക്കും നീങ്ങുക.